എൻ്റെ പേര് ഫ്ലോറി സേവിയർ. ഞാൻ തൃശ്ശൂരാണ്. നമ്മുടെ ഒരു സിസ്റ്റർ കൺസേണാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മളിവിടെ അധികം ബ്ലൂമിങ് പ്ലാന്റ്സ് വളർത്തി ഫ്ലവറാക്കിയിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 10-100 വെറൈറ്റീസ് ഡെൻഡ്രോബിയംസ് തന്നെ ഇവിടെ വെറൈറ്റീസ് കാണും. പിന്നെ നമ്മുടെ ഇവിടെ സെയിൽ നമുക്കില്ല. നമുക്ക് സെയിലും ഫുൾ ഫ്ലോറിയ ഓർക്കിഡ്സിലുള്ളൂ. അവിടെ തന്നെയാണ് ഫുൾ കൊണ്ടുപോയി അവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ ഇവിടെ വെറൈറ്റീസ് കുറേ വെറൈറ്റീസ് ഇപ്പോൾ ഫ്ലവറിങ്ങിൽ ബ്ലൂമിങ്ങിലായിട്ട് നിൽക്കുന്നുണ്ട്. മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇത് നമ്മൾ തന്നെ വളം കൊടുത്ത് ഫെർട്ടിലൈസറും ഇൻസെക്ടിസൈഡും പെസ്റ്റിസൈഡൊക്കെ കൊടുത്ത് നമ്മൾ വളർത്തുന്ന സാധനങ്ങളാണ്. ഇത് നമ്മളിപ്പോൾ ഒരു 20,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ഇത് ഡെൻഡ്രോബിയം ട്വിസ്റ്റിലൊരു വെറൈറ്റിയാണ്, സെൽവിയാന എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഫ്ലവറിങ് ആയിട്ടാണ് നിൽക്കുന്നത് എല്ലാതും. ഇത് ഡെൻഡ്രോബിയം റാബിറ്റിൻ്റെ വെറൈറ്റിയാണ് ഈ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ റാബിറ്റ് ബോയ്. ഇത് ടെറേറ്റിവാൻഡയുടെ സീഡ്ലിങ്സും നിയർ ബ്ലൂമിങ്ങും എല്ലാം ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് ഒരു വെറൈറ്റിയാണ് വരുന്നത്. ഇത് മറ്റേ ഡെൻഡ്രോബിയത്തിൽ തന്നെ സ്റ്റാർ ഫിഷ് അതൊക്കെ ഫുൾ ബഡായിട്ടപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ഫ്ലവർ വരണത് അതിൻ്റെ. ഇത് കാറ്റ്ലിയയുടെ വെറൈറ്റിയാണ്. ചാൻറ്റ്ലി ലേസിൻ്റെ വെറൈറ്റീസാണത് കാറ്റ്ലിയ ഇരിക്കുന്നത്. ഇത് യെല്ലോ ബേർഡ്. ഇത് കോരിയാന്തസ് മക്രാന്ത. അതിൻ്റെ ഫ്ലവർ ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. ഇതൊരു വെറൈറ്റി ആയിട്ട് വരേണ്ടതാണ് നമുക്ക്. ഇത് ഓൺസിഡിൻ ഷെറി ബേബി. ഇത് ഒരു നല്ല വെറൈറ്റിയാണിത്. പിന്നെ ആംബോ വാട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഓൺസീഡിയം. ഇത് ഡോൺ മാരി ബഡായിട്ട്. ഇത് ടാഞ്ചറീൻ ഇൻഡോ ലാസിയാന്ത്രര ഡെൻഡ്രോബിയം ട്വിസ്റ്റിൻ്റെ ആൻറ്റിലോപ്പിൻ്റെ വെറൈറ്റീസാണ്, വലിയ പോട്ട്സ്. ഫ്ലവർ ആയിട്ടില്ല. ഇത് ഡെൻഡ്രോബിയം മിനി പിങ്ക് വെറൈറ്റിയാണ്. സ്മോൾ കോമ്പാക്റ്റത്തിൽ പുതിയ വെറൈറ്റി. ഇത് കിങ് ഡ്രാഗൺ ഗ്രീൻ പർപ്പിൾ ലിപ്പ് വരണതാണ്. കിങ് ഡ്രാഗണിൻ്റെ ഒരു വെറൈറ്റി അത്. ബനാന ഹൈബ്രിഡ്സ് എന്ന് പറഞ്ഞിട്ട് വരണ്ട. ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ ഡിസ്കളർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വരണത്. അത് ട്വിസ്റ്റിൻ്റെ വെറൈറ്റിയാണ്. അതിൻ്റെ ഇപ്പോൾ ഫ്ലവറും മുട്ടായിട്ട് അതിന് നിൽക്കുന്നത് കുറേ വെറൈറ്റീസ്. അതിൽ കളേഴ്സ് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. പല കളേഴ്സാണ് അത് വരണേ. 2-3 കളറിപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് ഇതിൽ. ഏതിൽ? ഡിസ്കളറിൽ അത് നമുക്ക് ഇപ്പോൾ ഫ്ലവർ വിരിയുമ്പോൾ പറയാൻ പറ്റുള്ളൂ കളേഴ്സ് അതിൻ്റെ. കുറേയൊക്കെ അങ്ങനെ അത് ക്രോസ് വരുന്ന കാരണം ഏത് കളറാണ് വിരിയണേന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. അതിനിപ്പോൾ 3-4 കളേഴ്സായിട്ട് നിൽക്കണം. ഇത് വരുന്നത് ബനാന ട്വിസ്റ്റിൻ്റെ മുട്ടും ഫ്ലവറായിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ നിൽക്കുന്നത് എല്ലാ പ്ലാന്റ്സും.
ഡെൻഡ്രോബിയം വീനസിന് വരാം. അതിൽ 2-3 കളർ വിരിയും. ഇത് വീനസ് കഴിഞ്ഞ് ഇത് ഇരിക്കുന്നത് ഇത് മറ്റേ യെല്ലോ വിത്ത് റെഡ് ലിപ്പ് വരണ വെറൈറ്റിന് മാന്യൂൻ ഉറൈവിയ എന്ന് പറഞ്ഞിട്ട്. ഇത് എയറി ഗോൾഡ്. ഇതും യെല്ലോ വിത്ത് റെഡ് ലിപ്പാണ് വരണേ. ഇത് നമ്മൾ കിങ് ഡ്രാഗൺ ഗ്രീൻ വൈറ്റ് പിങ്ക് ലിപ്പ്. ഇത് ഫ്ലവർലെസ് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. മൊത്തം മുട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇത് സോണിയ വൈറ്റ് എസാക്കുൾ. Airy two tones. The king of gold. Yellow. വൈറ്റിൻ്റെ ഒരു ചെറിയ ഫ്ലവറിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണത്. നിറച്ച് ഫ്ലവർ വരും അതിൽ. ഇത് പുരാന സൺഷൈൻ. പെറ്റിഡോളിൻ്റെ വലിയ പ്ലാന്റ്സ് അത്. പ്ലാന്റ് കോമ്പാക്റ്റും റെഡ് സ്പ്ലാഷ്. അതിൻ്റെ വലിയ പോട്ട്. ഇത് ബ്രൗൺ സ്പ്ലാഷ്, ഡെൻഡ്രോബിയം ബ്രൗൺ സ്പ്ലാഷ്. ഇത് ഡെൻഡ്രോബിയം അച്ചിങ് സ്പ്ലാഷ്. ഡെൻഡ്രോബിയം പിങ്ക് ചെറി. ാണ് ഫ്ലവർ ആയിട്ടില്ല. ഇത് ഗ്രാമറ്റോഫൈലത്തിൻ്റെ വെറൈറ്റിയാണ്. ഇത് ചെറിയ പ്ലാന്റ് പക്ഷേ ഫുൾ ബഡാണ്. ഇതിൻ്റെ ഫ്ലവർ ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ ആൻറ്റിലോപ്പിൻ്റെ ഒരു വെറൈറ്റിയാണ്. എൻ്റെ പേര് വരുന്നത് ഡെൻഡ്രോബിയം ടാഞ്ചറിൻ ഇൻഡു ലാസിയന്ത്ര. വലിയ പോട്ട്.
സീസർ ബാങ്കോ ഡെൻഡ്രോബിയം. ഇത് ഡെൻഡ്രോബിയത്തിലെ ആൻറ്റിലോപ്പിൻ്റെ ഒരു വെറൈറ്റി ജയറാറ്റ് ആൻറ്റിലോപ്പ് എന്ന് പറഞ്ഞിട്ട് അതിലും പല ഡിഫറെൻറ്റ് കളേഴ്സാണ് വിരിയുന്നത്. ഇത് ലോവേന പിങ്ക്. ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു ചെറിയ ഫ്ലവറിൻ്റെ വെറൈറ്റിയാണ്, മിനിയേച്ചർ മതി വെറൈറ്റി. പക്ഷെ നിറയെ ഫ്ലവർ വരും, നിറയെ കൊലകളും വരും. ഇത് ലഡൈമോൻ എന്ന് പറഞ്ഞ വെറൈറ്റി ഡെൻഡ്രോബിയം. ഡെൻഡ്രോബിയം ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റിന്, പക്ഷെ ബഡാണ്, ഫ്ലവർ ഇപ്പോൾ കാണാൻ പറ്റും. ഇത് ഡെൻഡ്രോബിയം പീച്ച്. ഇത് ഡെൻഡ്രോബിയം ഹിബിക്കി. മിനിയേച്ചർ പ്ലാന്റ് ആണോ അത്? മിനിയേച്ചർ, ഇത്ര അധികം ഹൈറ്റ് വരും. ഇത് സീസർ റെഡ്. സീസർ റെഡ്. ഇത് പനാമ റെഡ്. ഇത് സ്റ്റാറ്റിയോറ്റിസ് വൈറ്റ് പിങ്ക് വെറൈറ്റി. ഇത് ഡെൻഡ്രോബിയം പ്ലസ് കാറ്റ്ലിയ. സ്റ്റാറ്റിയോറ്റിസ് പിങ്ക് വൈറ്റ്. ഇത് ഡെൻഡ്രോബിയം പ്ലസ് കാറ്റ്ലിയ. ഈ ഡെൻഡ്രോബിയം പ്ലസ് കാറ്റ്ലിയയിൽ പല കളേഴ്സാണ് വിരിയുന്നത്. ഓരോ പ്ലാന്റിലും ഡിഫറെൻറ്റ് കളേഴ്സാണ് വരുന്നത്. ഇവിടെ ഒരു കളറുണ്ട്, കണ്ട, ഇതൊരു കളറുണ്ട്, പിന്നെ അവിടെ ഒരു കളറുണ്ട്. എൻ്റെ പേര് സേവിയർ എന്നാണ്. ഞാൻ ആക്ച്വലി അഡ്വക്കേറ്റാണ്. എൻ്റെ വൈഫ് 10-17 വർഷമായി ഈ ഓർക്കിഡിൻ്റെ ഇമ്പോർട്ട് ചെയ്യുന്നത്. പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത്, തായ്ലൻഡ്, തായ്വാൻ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ ഇത് ഈ ഫ്ലവേഴ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്, ഈ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പോൾ എനിക്കും സത്യത്തിൽ പറയുകയാണെങ്കിൽ പല ആൾക്കാരും ഒരു ആവശ്യപ്പെട്ടതിനനുസരിച്ച് അവർക്ക് പൂക്കൾ ഇൻട്രസ്റ്റ് ഉണ്ട്, ബാക്കി കാര്യങ്ങൾക്ക് താല്പര്യമുണ്ട്. പക്ഷെ അത് എങ്ങനെ വളർത്തേണ്ടത്, എങ്ങനെ പൂക്കൾ ഉണ്ടാവേണ്ട പല കാര്യങ്ങൾക്ക് അവർക്ക് അറിവില്ല. അപ്പം മടിയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2024 ഞാൻ ഈ വക്കീൽ ഫീൽഡ് വിട്ടിട്ട് ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ പൂക്കളിലോട് അതിയായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കാരണം കൊണ്ടാണ് ഞാനിത് ഇറങ്ങാൻ തീരുമാനിച്ചത്. പലരും എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. എൻ്റെ പല ക്ലയൻസും പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ. അപ്പോൾ ഞാൻ അതിനെ കുറിച്ച് പഠിക്കുകയും 365 ദിവസം അവരുടെ വീടുകളിൽ പൂക്കൾ ഉണ്ടാവുന്ന ഗ്യാരൻറ്റിയോട് കൂടി നമ്മൾ ഈ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങാൻ നമ്മൾ തീരുമാനിച്ചു. അതിൻ്റെ ക്ലൈമറ്റ്, അതിൻ്റെ കാലാവസ്ഥ, അതിൻ്റെ വരുന്ന വെള്ളം, അതുപോലെ വെള്ളം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യും, അതുപോലെ മരുന്ന് കൊടുക്കേണ്ട ആ കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുകയും ഞങ്ങൾ പൂക്കൾ ഉണ്ടാക്കി കാണിച്ച് കൊടുക്കുകയും ചെയ്യും അതാത് വീടുകളിൽ. ഇതാണ് നമ്മുടെ എല്ലാ സാധനവും, സ്റ്റാൻഡ് അടക്കം, വെള്ളത്തിൻ്റെ സൗകര്യം, പിന്നെ മരുന്നടിക്കാനുള്ള സൗകര്യം, ഇതെല്ലാം നമ്മൾ ചെയ്യാതെ ഒരു പുതിയ പ്രോജക്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കും. ഇപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ വാസ്തു നോക്കണ പോലെ തന്നെ ഏകദേശം അതേപോലെ ഒരു കാൽക്കുലേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് ഭയങ്കര സന്തോഷമാവുകയും അതിനനുസരിച്ച് അവർ പൂക്കൾ പ്രൊഡക്ഷൻ നടത്തുകയും ചെയ്യും. അതിന് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ ഇത്രയും നാളത്തെ പഠിച്ച അനുഭവത്തിൽ ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ വീട്ടിലും ഫ്ലവേഴ്സ്, എല്ലാ വീട്ടിലും പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മിനിമം 50 ചെടി മിനിമം ഉണ്ടായാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. അതായത് ഒരു ചെടി വെച്ചിട്ട് പൂക്കുണ്ടാകാൻ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. മിനിമം 50. അതിനൊക്കെ കൂടുതൽ കിട്ടുകയാണെങ്കിൽ, അതിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് നല്ലതാണ്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.